ഹായ് ഓൾ, എൻ്റെ പേര് അലി. ഞാൻ സൈലത്തിൻ്റെ കാലിക്കറ്റ് ഹൈബ്രിഡ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകനാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സൈലത്തിൻ്റെ ക്യാമ്പസുകളിൽ ഒരുപാട് കുട്ടികൾ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പഠിക്കുന്ന, അതിലുപരി ആദ്യത്തെ ഹൈബ്രിഡ് ക്യാമ്പസുമാണ് കാലിക്കറ്റ് ക്യാമ്പസ്. സോ ഞാനിപ്പോൾ ഹൈബ്രിഡ് ക്യാമ്പസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാവും എന്താണ് ഈ ഹൈബ്രിഡ് സിസ്റ്റം. ഇന്ന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഹൈബ്രിഡ് ക്യാമ്പസ്. ചുരുക്കി പറഞ്ഞാൽ 2 ദിവസമായിട്ട് കുട്ടി ഒരേ ടോപ്പിക്ക് പഠിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വാസ്തവം. ആദ്യ ദിനത്തിൽ കുട്ടി വീഡിയോ ക്ലാസ് കണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതേ ടോപ്പിക്ക് രണ്ടാമത്തെ ദിവസം ഓഫ്ലൈനായിട്ട് വീണ്ടും അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് NCERTയിലെ എല്ലാ പോയിന്റുകളും കവർ ചെയ്തുകൊണ്ടുള്ള DPP ക്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. DPPയിൽ ഓരോ ചാപ്റ്ററിലെയും 250ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിലും വീഡിയോ ക്ലാസ്സിലുമായിട്ട് സോൾവ് ചെയ്യുന്നു. സോ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ എസ്പെഷ്യലി ബയോളജി പോലത്തെ ചാപ്റ്ററുകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ NCERTയിലെ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ DPPയും തയ്യാറാക്കിയിട്ടുള്ളത്. അതിലുപരി ഇപ്പോൾ നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് റിവിഷൻ എന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ മാസങ്ങളിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള LMRP പ്ലാൻ സൈലം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ഇരുന്നിട്ട് NCERTയും DPPയും അരിച്ചു പറിക്കുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സിസ്റ്റമാണ് LMRP. കുട്ടികൾ LMRPയെ കാണുന്നത് ഒരു ക്ലാസ്സിലിരുന്ന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലല്ല. അവർ ഓരോ ദിവസവും എക്സാമുകൾ എഴുതിയതിനു ശേഷം വീണ്ടും ക്ലാസ്സിലേക്ക് എത്തി ഇതേ ക്വസ്റ്റ്യൻസ് അധ്യാപകർ വീണ്ടും ഡിസ്കസ് ചെയ്യാണ്. ത്രൂ ഔട്ടായിട്ട് ഒരു 1 to 2 month കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ മാത്രമാണ് അവസാനം നടക്കുന്നത്. ഇതിനുശേഷം 15ഓളം മോക്ക് എക്സാമും എഴുതിയതിനു ശേഷമാണ് മോക്ക് എക്സാമിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് കുട്ടി നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ +2 കഴിഞ്ഞ് ഇൻറ്റൻസ് ആയിട്ട് ഡോക്ടർ ആവണം എന്ന ഡ്രീമുമായിട്ട് നിൽക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം കോഴിക്കോട് സൈലത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ നടക്കുന്നതിനിടയിൽ യദു എന്ന് പറഞ്ഞ കുട്ടിയെ ഞാൻ കണ്ടു. അവൻ 700ഓളം മാർക്ക് വാങ്ങിയിട്ടാണ് സൈലത്തിൻ്റെ സക്സസ് സെലിബ്രേഷന് വേണ്ടി വന്നത്. അവൻ എന്നോട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ അവൻ എക്സാം എഴുതിയ സമയത്ത് 200ഓളമാണ് അവൻ്റെ മാർക്ക്. സോ യദുവിന് 200ൽ നിന്ന് 700ലേക്ക് അവൻ്റെ മാർക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻറ്റൻസ് ആയിട്ട് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100% സൈലവും സൈലത്തിലെ മുഴുവൻ അധ്യാപകരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു ആഗ്രഹവുമായി വരുന്നൊരു കുട്ടി ബിലോ ആവറേജ് കുഞ്ഞാണെങ്കിൽ പോലും ഈ ഒരു ഹൈബ്രിഡ് പ്ലാനിലൂടെ കറക്റ്റായിട്ട് ത്രൂ ഔട്ടായിട്ട് NCERT ബുക്കും DPPയും ഫോക്കസ് ചെയ്താൽ തന്നെ അവന് ഉറപ്പായിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് സപ്പോർട്ടായിട്ട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ടീച്ചർ സിസ്റ്റം, കൂടെ മെൻറ്ററിങ് സിസ്റ്റം, 100% എഫക്റ്റീവ് ആവുന്ന രീതിയിൽ ക്ലാസ്സിലും ഹോസ്റ്റലിലും വന്നുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻ എല്ലാം തന്നെ ആ കുട്ടിയുടെ കൂടെ ത്രൂ ഔട്ടായിട്ട് സപ്പോർട്ടായിട്ട് സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് 100% അവരുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന, അതിനാഗ്രഹിക്കുന്ന കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ലൈനപ്പും സൈലത്തിൻ്റെ കൂടെയുണ്ട്. സോ നമ്മൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം വെച്ച് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണല്ലോ എക്സാം. സോ സൈലത്തിൽ ഡെയിലി എക്സാം, അതുപോലെ വീക്കിലി എക്സാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിൽ 14 ജില്ലകളിലും സെൻറ്റർ വെച്ചിട്ട് നമ്മൾ 20,000ഓളം കുഞ്ഞുങ്ങൾ എഴുതുന്ന എക്സാമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാം. അതിന് പുറമെ നീറ്റിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ എമ്പാടും നടക്കുന്ന എക്സാമാണ് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. ഇതെല്ലാം കഴിഞ്ഞ് സൈലത്തിലെ 14 മോക്ക് എക്സാമും കഴിഞ്ഞിട്ടാണ് നമ്മൾ റിയലായിട്ട് നീറ്റ് എക്സാമിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചോളം അതുവരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത്, മോണിറ്റർ ചെയ്ത്, റിസൾട്ട് അനാലിസ് ചെയ്ത്, അതിലെ മിസ്റ്റേക്കുകളും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ നീറ്റ് എക്സാമിലേക്ക് നമ്മൾ പോകുന്നത്. സോ ഈ ഹൈബ്രിഡ് പ്ലാനിലൂടെയാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് സൈലം ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരുപാട് കുട്ടികളെ കൈപിടിച്ചുയർത്തിയത്. ഇൻറ്റൻസ് ആയിട്ട് നിങ്ങളും ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കടന്നു വരൂ. സൈലവും സൈലത്തിലെ അധ്യാപകരും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സ്വപ്നം നേടിയെടുക്കാം. താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.